ഞങ്ങള് വ്യാപാരി വ്യവസായികളാണ്. പെരുമ്പാവൂരിന്ന് 5 പേര് വ്യാപാരി വ്യവസായികളെ പ്രതിനിധിച്ചാണ് വന്നിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രയാസം ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ ക്രിമിനൽ ഗുണ്ടകളിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു സമൂഹമാണ്. അതായത് ഒരു കസ്റ്റമർ വന്നാൽ ആ കസ്റ്റമർ ആദ്യം ഞങ്ങൾ നിരീക്ഷിക്കുന്നത് ആളെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉള്ളിൽ ഭയമാണ്. അദ്ദേഹത്തോട് പേടിയാണ്. കാരണം അദ്ദേഹം ചോദിക്കുന്നത് അവിടെ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ സംസാരത്തിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു സംശയം ഒരു ധിക്കാരപരമായിട്ടോ അല്ലെങ്കിൽ ഒരു നിഷേധപരമായിട്ടോ സംസാരിച്ചു എന്ന് തോന്നിയാൽ പിന്നെ പ്രതികാര ഇതാണ്. അത് രാത്രിയൊന്നോ പകലൊന്നോ. നേരത്തെ രാത്രി അപകടം ഉണ്ടായിരുന്നു, വലിയ കച്ചവടക്കാരും രാത്രിയുള്ള ഹോട്ടൽസിലും ഒക്കെയാണ്. ഇപ്പൊ പകലും രക്ഷയില്ല. അതെല്ലാം ഇതിന്റെയൊക്കെ ഒരു പ്രധാന സംഗതി. പെരുമ്പാവൂർ നിങ്ങളുടെ കടയിലൊക്കെ എന്തെങ്കിലും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്? കുറുപ്പംപടിക്ക് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു വണ്ടിയുടെ ഒരു ടിപ്പർ ലോറിയുടെ അപ്പോൾസ്റ്ററി ശരിയാക്കാനായിട്ട് കൊണ്ടു കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഞാൻ തിരക്കിലാണ്, നാളെയോ മറ്റന്നാളോ തരാൻ പറ്റുള്ളൂ, തിരിച്ചു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ല എനിക്ക് അർജന്റാണെന്ന് പറഞ്ഞു അദ്ദേഹം. അത് നാളെ രാവിലെ കൊണ്ട് താട്ടെ, ഞാൻ വൈകുന്നേരമാകുമ്പോഴത്തേക്കും പരമാവധി ചെയ്തു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം വണ്ടി കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു. ഉച്ചയായപ്പോൾ അദ്ദേഹം വന്നു. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഒരു തീർന്നില്ലേ? അല്ല വൈകുന്നേരം തരാമെന്നാണല്ലോ ഞാൻ പറഞ്ഞേ. അതൊന്നും ശരിയാവില്ല, എനിക്കിപ്പോൾ വേണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒരു കല്ലെടുത്തിട്ട് എൻ്റെ തലക്കിട്ട് പെട്ടെന്ന് അടിച്ച് അദ്ദേഹം അബോധാവസ്ഥയിലേക്ക് ഇയാൾ ഓടിപ്പോകുന്ന സംഭവം ഉണ്ടായി. അപ്പോൾ പിന്നീട് കോംപ്രമൈസ് ചേർത്തു. പക്ഷേ പോലീസിൽ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ അന്വേഷണം, പിന്നെ അന്വേഷണം, അവിടെ വിസ്താരം, അങ്ങനെ പല പല ഘട്ടങ്ങളിൽ കടന്നു പോയി നീണ്ടു പോകും. ഞാനൊരു അനുഭവസ്ഥനാണ്. ഞാനൊരു 6 വർഷത്തോളം ഒരു CBSE സ്കൂളിൻ്റെ മാനേജറായിട്ട് സേവനം ചെയ്ത ആളാണ്. പെയ്ഡ് അല്ല, സേവനം. ഞങ്ങൾ ചർച്ചിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിലുള്ളതാണ്. അവിടെ വെച്ചൊരു കഞ്ചാവിൻ്റെ അയൽവക്കത്തുള്ള ഞങ്ങൾ സീനിയർ കോളേജും ഉണ്ട്. ഈ കോളേജിനടുത്ത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഒരു പയ്യൻ ഒരു കഞ്ചാവുമായിട്ട് വന്നു. അദ്ദേഹത്തെ പെരുമ്പാവൂർ SI എങ്ങനെയോ ഒരു ഇത് കിട്ടി വന്ന് പിടിച്ചു. ഞാനതിൽ സാക്ഷിയായിപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണെങ്കിലേ ഞാൻ നിൽക്കുള്ളൂ, എനിക്കല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇല്ല ഇവിടെ തീരും എന്ന് പറഞ്ഞാണ് എന്നെ സാക്ഷ്യപ്പെടുത്തിയത്. എറണാകുളത്ത് അഡീഷണൽ പിന്നെ കോടതി, ആ കോടതിയിൽ 9 പ്രാവശ്യം ഞാൻ പോകേണ്ടി വന്നു. ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ സാക്ഷി ആയാലുള്ള അനുഭവമാണ്. ഞാൻ എറണാകുളത്ത് ഈ പറയുന്ന ദിവസം രാവിലെ പോയാൽ ഒരു വൈകുന്നേരം വരെ എൻ്റെ ദിവസം പോയി കഴിഞ്ഞു. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ സ്കൂളിൻ്റെ ഒരു മാനേജർ ഇതെന്നുള്ള കൺട്രോളിങ് അതോറിറ്റി ആയിരുന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടത് നമ്മളുടെ കുട്ടികളിൽ ഇപ്പോൾ താഴെ തട്ടിൽ നിന്ന് തന്നെ ഈ ഗ്യാങ് രൂപീകരണം നടക്കുന്നുണ്ട്. എവിടെ? സ്കൂൾ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ 3-4 ക്ലാസ്സുകളിൽ ആരംഭിക്കുകയാണ്. അവിടെ തന്നെ ഒരു 3-4 പേര് ഗ്യാങ് ആയിട്ട് അവരിങ്ങനെ ഒരു ഇതായിട്ട് നിന്ന് അവർക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ആൻറ്റി ആയിട്ട് ഇവർ വളർന്നു വരുന്നു. ആ ക്ലാസ്സിൽ തന്നെ അത് കുറച്ചും കൂടെ അവരിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വരുന്നതനുസരിച്ച് അത് ഡെവലപ്പ് ചെയ്ത് വരും. അതിൻ്റെയാണ് ഈ റാഗിങ് ഒക്കെ വരുന്നത്. ഈ റാഗിങ് ഗ്യാങ് കൂടിയിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇവർ തന്നെയാണ് അതിൻ്റെ അകത്ത് 1-2 പേര് മാത്രമേ ഈ പറയുന്ന ഈ താല്പര്യമുള്ളവരുള്ളൂ. ബാക്കിയൊക്കെ അവർ കൂടെ നിൽക്കുകയാണ്. ഈ 2-3 പേർക്ക് ഇവരൊരു ഹീറോയിസം കൊടുക്കുകയാണ് ഈ മറ്റുള്ളവർ. അപ്പം അങ്ങനെ അത് പുറത്ത് ഇപ്പോൾ ജഹാംഗീർ പറഞ്ഞതുപോലെ, ഔറംഗസീബ് പറഞ്ഞതുപോലെ അദ്ദേഹം അതിൽ വിക്ടിമാണ്. ആ സ്കൂളിൽ നിന്നുള്ള ആ ഗ്യാങ് രൂപീകരിച്ച് അദ്ദേഹം പുറത്തു വന്നപ്പോൾ ആ ഗ്യാങ് വീണ്ടും ഒന്നിച്ച് അവർ കുറച്ചും കൂടെ ഡെവലപ്പ് ആയി. അത് 2-3 പേര് ക്രിമിനൽസ് ഉണ്ടാവുള്ളൂ. അവരുടെ കൂടെ ഇവരോട് ചെന്ന് പെടുകയാണ്. അങ്ങനെയാണ് ഈ പിന്നെ പോലീസ് സംഘങ്ങളെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടോ? അല്ല, അത് സ്വാഭാവികമായിട്ടും വരുമല്ലോ. ഇപ്പോൾ നേരത്തെ ഞങ്ങളുടെ കോളേജിലായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സാറേ CBSE സ്കൂളിലാണ്, സ്കൂൾ ലെവലിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവരിങ്ങനെ പല രീതിയിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.